താലിയെടുത്ത് വിഷ്ണു പ്രിയയുടെ കഴുത്തിൽ കെട്ടാൻ തുടങ്ങിയതും രഞ്ജിത്തും മോളും കടൽ വെള്ളത്തിലേക്ക് വീണു. അയ്യോ എന്റെ മോള്, അയ്യോ വിഷ്ണു! രഞ്ജിത്ത് ഒഴുക്കിൽ നീന്തി മോളെ പിടിക്കാനാഞ്ഞു. പക്ഷേ കിട്ടിയില്ല. മോൾ അതിവേഗം ഒഴുകിപ്പോയി. അയ്യോ മോളെ, പാറു! രഞ്ജിത്ത് ഒഴുക്കിൽപ്പെട്ട് ഒരു മരത്തിന്റെ ചുവട്ടിൽ പിടിച്ചു നിന്നു. മോളെ മാത്രം കിട്ടിയില്ല. പ്രിയയും വിഷ്ണുവും എങ്ങോട്ടേക്കോ ഒഴുകി മറഞ്ഞു. പെട്ടെന്ന് ആകാശത്ത് ഹെലികോപ്റ്ററുകൾ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഒരുവിധം എല്ലാവരെയുമൊക്കെ അവർ രക്ഷപ്പെടുത്തി. എന്നാൽ രഞ്ജിത്ത് ഉറക്കെ നിലവിളിച്ചുകൊണ്ടിരുന്നു, തന്റെ മോളെ കിട്ടാത്തത് കൊണ്ട്. കടലിൽ നീന്തൽ അറിയാവുന്നവർ കുറെ നോക്കി. പക്ഷേ രഞ്ജിത്തിന്റെ മോളെ എങ്ങും കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാൽ പാറു എത്തിയത് മേഘയുടെ അമ്മയുടെ കൈകളിലേക്കായിരുന്നു. കടലിന്റെ അടിയിലെ കൊട്ടാരത്തിൽ സുരക്ഷിതയായിരുന്നു അവൾ. ആ ശവശരീരങ്ങൾക്കിടയിലൂടെ നടന്ന വിഷ്ണുവിന് നെഞ്ചൊന്ന് കലങ്ങി. അവളെ കടലിലേക്ക് വിട്ടിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവൾ ജീവിക്കുമായിരുന്നു. താനത് ചെയ്തില്ല. എന്റെ മരണം അത് ഈ കടലിലാണ്. എത്ര പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചാലും നടക്കില്ല. പിന്നെ മത്സ്യകന്യക പക തീർക്കും. അതും പറഞ്ഞ് ഒരാശ്വാസത്തിൽ വിഷ്ണു തിരികെ വീട്ടിലേക്ക് മടങ്ങി. രാത്രി 7 മണി. വിഷ്ണുവിന്റെ ഫോൺ അടിക്കാൻ തുടങ്ങി. ഹലോ ഹലോ വിഷ്ണു, ഇത് ഞാനാ പ്രിയ. നീ എന്തെടുക്കുവാ? ഓ, എന്നാ എടുക്കാനാ? ഇവിടെ വാർത്ത കാണുക. കുറെ പേരെ കടലെടുത്തു, കുറെ പേര് ICUവിൽ. എല്ലാം ഞാൻ കാരണമാ പ്രിയ. വിഷ്ണു ഫോണിൽ കൂടി കരയാൻ തുടങ്ങി. ഏയ് നീ വിഷമിക്കണ്ട, ഒരു കയ്യബദ്ധം, അത്രേ ഉള്ളൂ. പിന്നെ അച്ഛന്റെ അനിയൻ മരിച്ചവരുടെ കൂടെ ഉണ്ട്. അവരങ്ങോട്ട് പോയി. സോ ഞാനിവിടെ ഒറ്റയ്ക്കാണ്. നീ വരുമോ? അതെന്ത് ചോദ്യമാ? ഞാൻ ദേ വന്നു. താൻ ഫോൺ കട്ട് ചെയ്തോ? പ്രിയ ഫോൺ കട്ട് ചെയ്തു. വിഷ്ണു പെട്ടെന്ന് തന്നെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് ഓട്ടിക്കാൻ തുടങ്ങി. കുറെ ദൂരം ഓടിയപ്പോൾ പെട്ടെന്ന് വിഷ്ണുവിന്റെ കണ്ണുകളിൽ സ്വർണ്ണ നിറത്തിലുള്ള വെളിച്ചമടിക്കാൻ തുടങ്ങി. വിഷ്ണു ബൈക്ക് പെട്ടെന്ന് നിർത്തി തിരിഞ്ഞു നോക്കിയപ്പോൾ കടലിൽ നിന്നുമാണ് ആ വെളിച്ചം. ഓടിച്ചെന്ന് നോക്കിയപ്പോൾ വലിയൊരു സ്വർണ്ണ മത്സ്യം കരയിൽ ചാടുന്നു. അത് കണ്ടപ്പോൾ വിഷ്ണുവിന് അതിശയമായി. വിഷ്ണു സ്വർണ്ണ മത്സ്യത്തിനടുത്തേക്ക് വന്നു. കയ്യിലെടുക്കാൻ ശ്രമിച്ചപ്പോൾ തിരയിലേക്ക് ആ മത്സ്യം ചാടി. പക്ഷെ ആ സ്വർണ്ണമീൻ പൊങ്ങി തന്നെ നിന്നു. വിഷ്ണു പതിയെ തിരയിലിറങ്ങി ആ മീനിനെ പിടിച്ചു. എന്തൊരു ഭംഗി! പ്രിയയ്ക്ക് കൊടുക്കാം, അവൾ ഞെട്ടട്ടെ. വിഷ്ണു സ്വർണ്ണ മത്സ്യത്തെ കൊണ്ട് നടന്നതും മത്സ്യത്തിന് ഭാരം കൂടിക്കൂടി വന്നു. കയ്യിൽ പിടിക്കാൻ പറ്റാതെ വന്നപ്പോൾ വിഷ്ണു ആ മത്സ്യത്തെ താഴെയിട്ടു. ആ മത്സ്യം പിടഞ്ഞ് പെട്ടെന്നാണ് മീൻ ഒരു മത്സ്യകന്യകയായി മാറിയത്. വിഷ്ണു അവളെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ കണ്ടത് ലയയാണ്. താൻ പച്ച ജീവനോടെ കൊന്നവൾ. ഞാൻ പറഞ്ഞില്ലേ നിന്നെ സമാധാനമായി ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന്? ഞാൻ നിന്നോട് യാചിച്ചതല്ലേ പ്രാണൻ തിരികെ തരാൻ? നീ നിന്റെ സുഖത്തിന് വേണ്ടി എന്നെ നിഷ്കരണം കൊന്നുകളഞ്ഞു. ജീവനോടെ വിടാമായിരുന്നില്ലേ എന്നെ? ലയ കരയാൻ തുടങ്ങി. പെട്ടെന്ന് തന്റെ വാലുകൊണ്ട് വിഷ്ണുവിനെ ആഞ്ഞു ഒറ്റയടി. അടിയിൽ വിഷ്ണു ഉയർന്നു പൊങ്ങി കടലിലേക്ക് വീണു. എനിക്കൊരു അബദ്ധം പറ്റിയതാ, എന്നോട് ക്ഷമിക്കൂ, വിഷ്ണു ലയയോട് യാചിച്ചു. നിന്നോട് ക്ഷമിക്കാൻ ഞാനൊരു മനുഷ്യനല്ല. പകുതി മനുഷ്യരൂപവും പകുതി മത്സ്യവുമായ മത്സ്യകന്യകയാണ്. വീണ്ടും ലയ വാലുകൊണ്ട് അടിച്ചു. ഈ സമയം വിഷ്ണുവിനെ കാണാതെ വന്നപ്പോൾ പ്രിയ തിരക്കിയിറങ്ങി. അപ്പോൾ കടൽ തീരത്തെ തിളക്കം കണ്ടുകൊണ്ട് ഓടി വന്ന് നോക്കിയപ്പോൾ വിഷ്ണുവിനെ മത്സ്യകന്യക വാലുകൊണ്ട് അടിക്കുന്നതാണ് അവൾ കണ്ടത്. വേണ്ട എന്ന് പറഞ്ഞ് പ്രിയ ഓടി വന്നപ്പോൾ പെട്ടെന്ന് പ്രിയയുടെ നടുവിൽ ഒരടി കിട്ടി. തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് മേഘയാണ്. നീ എന്നെ ചതിച്ചു, നിന്നെ ഞാൻ വെറുതെ വിടില്ല. അയ്യോ! പ്രിയ ഓടാൻ തുടങ്ങിയപ്പോൾ മേഘ ഉയർന്നു പൊങ്ങി പ്രിയയെ വാലുകൊണ്ട് അടിച്ചു കടലിലേക്കിട്ടു. വിഷ്ണുവിനെയും പ്രിയയെയും നടുക്കടലിലിട്ട് രണ്ടുപേരും വാലുകൊണ്ട് അടിച്ചു വീഴ്ത്തി. ഏതാനും നിമിഷങ്ങൾക്കകം അവർ രണ്ടുപേരും മരിച്ചു. മേഘ, ലയ, എന്റെ ഈ ജന്മം അവസാനിച്ചു. എന്ന് നിന്റെ ജീവൻ ആപത്ത് വരുന്നുവോ അന്ന് ഞാൻ പുനർജനിക്കും. ലയ അത് പറഞ്ഞ് കടലിൽ നിന്നും മറഞ്ഞു. ശുഭം തുടരും. അന്ന് ആകാശം പോലും പുഞ്ചിരി തൂകിയെന്ന് തോന്നിപ്പോകും. കാരണം ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന രണ്ട് മനസ്സുകളെയാണല്ലോ കണ്ടത്. ഇവരുടെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. പ്രതീക്ഷകളോടെ ഒരു പുതിയ തുടക്കമുണ്ടാകും. ഇതുപോലെ സ്നേഹിക്കുന്നവർ ഇനിയും വരും. പ്രണയം അനശ്വരമാക്കാൻ അത്യപൂർവമായ പ്രണയകഥയുമായി. അതിനായി കാത്തിരിക്കാം.